ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥനയോടുകൂടെ നിങ്ങളെല്ലാവരോടും, പ്രത്യേകമായി നിങ്ങളുടെ മക്കളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് തന്നെ നമ്മുടെ മക്കളെ പഠിപ്പിക്കും എന്ന് യെശയ്യാ പ്രവാചകനിലൂടെ അവിടുന്ന് അരുളി ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പരീക്ഷയുടെ സമയം. നമ്മുടെ മക്കൾക്ക് നല്ലതുപോലെ പഠിക്കുന്നതിനും പഠിച്ചതെല്ലാം മനസ്സിലാകുന്നതിനും കൃത്യമായി എങ്ങനെ പഠിക്കണം എന്നതും എല്ലാം കർത്താവ് തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ ഓരോ ദിവസവും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. മക്കൾ ഏത് രീതിയിൽ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ അനുഗ്രഹിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരിപ്പോൾ ചെയ്യുന്നത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾക്കെന്താണ് മക്കളെക്കുറിച്ച് ആവശ്യം? മക്കളെക്കുറിച്ച് നിങ്ങൾക്ക് ഉള്ള പദ്ധതി എന്താണ്? മക്കൾക്ക് ഉയർച്ച വരാനാണ് ഏത് മാതാപിതാക്കളും പ്രാർത്ഥിക്കുന്നത്. ആ ഉയർച്ച, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഉയർച്ചയെ നിങ്ങൾ ഇന്ന് തന്നെ ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നല്ലതുപോലെ ഞങ്ങളുടെ മക്കൾ പഠിക്കും, നല്ലതുപോലെ പരീക്ഷ എഴുതും, ഉന്നത വിജയം അവർക്ക് ലഭിക്കും, നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാകും എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ എന്ന് നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ മക്കൾ പഠിക്കുമ്പോൾ നീ അവരെ പഠിപ്പിച്ചു കൊടുക്കണമേ. അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ അവരെ പഠിപ്പിക്കുന്നതിന് കർത്താവേ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിനാൽ ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവം തന്നെ അവരെ പഠിപ്പിക്കുന്നതിന് നമുക്ക് മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പേര് സഹിതം പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ അഭിഷേകം നമ്മുടെ മക്കൾക്കുണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അശ്രദ്ധ മാറ്റി, മടിയും അലസതയും മാറ്റി, പഠനത്തിൽ നിന്നും ശ്രദ്ധ മാറ്റുന്ന എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായി ഉപേക്ഷിക്കുന്നതിന് നമ്മുടെ മക്കൾക്ക് ശക്തി കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടാനായി പ്രാർത്ഥിക്കാം. SSLC, +1, +2 മറ്റു പരീക്ഷകൾ എഴുതുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലതുപോലെ എഴുതുവാനും പഠിക്കുവാനും നല്ല ആത്മവിശ്വാസത്തോടെ പരീക്ഷയ്ക്ക് പോകാൻ അവരെ സഹായിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ, ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജനക്കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും. ഞാൻ നിന്റെ താഴികക്കുടങ്ങൾ പത്മരാഗം കൊണ്ടും വാതിലുകൾ പുഷ്യരാഗം കൊണ്ടും ഭിത്തികൾ രത്നം കൊണ്ടും നിർമ്മിക്കും. കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. നീതിയിൽ നീ സുസ്ഥാപിതയാകും. മർദ്ദനഭീതി നിന്നെ തീണ്ടുകയില്ല, ഭീകരത നിന്നെ സമീപിക്കുകയുമില്ല. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മക്കളുടെ ഈ പരീക്ഷയുടെ സമയം, ഇപ്പോഴത്തെ എല്ലാ ചുറ്റുപാടുകളും അവരെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ലോകത്തിൽ ഉള്ള യുദ്ധവും അനീതിയും കാരണം, അതിൻ്റെ ചർച്ചകൾ കാരണം ഞങ്ങളുടെ മക്കൾക്ക് ശ്രദ്ധയോടെ പഠിക്കാൻ സാധിക്കാത്ത ഈ അവസ്ഥയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെ അരക്ഷിതാവസ്ഥയെ സമർപ്പിക്കുന്നു. കർത്താവേ, മക്കളുടെ പഠനത്തെക്കുറിച്ച് പോലും ഓർക്കാൻ കഴിയാതെ അത്രമാത്രം സാമ്പത്തിക ദുരിതവും യുദ്ധത്തിൻ്റെ കെടുതികളും യുദ്ധത്തിൻ്റെ വിനാശങ്ങളും കാരണം കർത്താവേ, ഞങ്ങൾക്ക് മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പോലും കഴിയാത്ത ഈ അവസ്ഥയിൽ നീ തന്നെ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമേ. അവർ ശ്രേയസ്സാർജിക്കുന്നതിന് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കളെക്കുറിച്ച് നിനക്കൊരു വലിയ പദ്ധതിയുണ്ട്.
ആ പദ്ധതി പ്രകാരം നിന്റെ ലക്ഷ്യത്തിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്തിച്ചേരുന്നതിന് നീ തന്നെ അവരെ പഠിപ്പിക്കണമേ. പഠനത്തിൽ നിന്ന് ശ്രദ്ധയകറ്റുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നീ രക്ഷിക്കണമേ. കർത്താവേ, സാത്താൻ്റെ സകല ദുഷ്ടതകളിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ രക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി നേരത്തെ കൂട്ടി നീ എല്ലാം ക്രമപ്പെടുത്തിയിരിക്കുന്നു. ആ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ഹൃദയത്തിലെ ഭയം നീക്കണമേ. മക്കളുടെ മാതാപിതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ഹൃദയത്തിൽ നിന്ന് ഭയം നീക്കി കർത്താവ് തന്നെ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തെ, ഭാവിയെ സുരക്ഷിതമാക്കും എന്ന വിശ്വാസത്തോടെ ഇപ്പോൾ അവർക്ക് നേരിടേണ്ടി വന്ന ഈ പരീക്ഷയെ അതിജീവിക്കാൻ, നല്ലതുപോലെ പഠിച്ചെഴുതുവാൻ കർത്താവ് തന്നെ അവരെ പഠിപ്പിക്കുന്നതിനും കർത്താവ് അവരെ സംരക്ഷിക്കുന്നതിനും അവരെ കരുതുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അവർക്ക് തിരിച്ചറിയുന്നതിനും ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. നല്ലതുപോലെ പഠിക്കാനുള്ള കൃപ കൊടുക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് പഠിച്ചാൽ മനസ്സിലാകുന്ന തരത്തിൽ നീ അവരെ പഠിപ്പിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ മക്കൾക്ക് ഉള്ള കുറവുകളെ നീ എടുത്തു മാറ്റി ആത്മാർത്ഥമായി പഠിക്കുന്നതിനും പഠിക്കുന്നതെല്ലാം മനസ്സിലാകുന്നതിനും മനസ്സിലായതെല്ലാം ഓർമ്മ നിൽക്കുന്നതിനും പരീക്ഷയ്ക്ക് കൃത്യമായി ചോദ്യത്തിന് ഉത്തരങ്ങൾ എഴുതുന്നതിനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം നീ കൃത്യമായി പഠിപ്പിച്ചു കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മക്കൾ ശ്രേയസ്സാർജിക്കും എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ മക്കളെക്കുറിച്ചുള്ള മാതാപിതാക്കളുടെ വേദനകൾ എടുത്തു മാറ്റി ഞങ്ങളുടെ മക്കളെ പൂർണ്ണമായും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവം തന്ന മക്കൾക്ക് വേണ്ടി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാൻ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ കർത്താവേ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കരുണാമയനായ ദൈവമേ, പ്രത്യേകമായി ഞങ്ങളുടെ മക്കളുടെ മേൽ നീ കരം വെച്ച് പ്രാർത്ഥിക്കണമേ. യാതൊരു ആപത്തും വരാതെ ഞങ്ങളുടെ മക്കളെ നീ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ പോകേണ്ട വഴി നീ തന്നെ അവരെ പരിശീലിപ്പിച്ചു കൊടുക്കണമേ. അവരെ ഉപദേശിച്ച് നീ തന്നെ അവരെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് മുന്നോട്ട് നയിക്കാൻ ശക്തി കൊടുക്കണമേ. കർത്താവേ, നിന്റെ വചനം ഞങ്ങളുടെ മക്കൾക്ക് ശക്തിയും പ്രകാശവും പകർന്നു കൊടുക്കണമേ. അവർ തിരഞ്ഞെടുക്കേണ്ടതായ വഴികളെ തിരഞ്ഞെടുക്കുവാൻ നീ അവരെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ധാരാളം ജ്ഞാനവും ബുദ്ധിയും അറിവും നൽകി ഏത് സാഹചര്യത്തെയും ഉചിതമായി നേരിടാനുള്ള കൃപ നൽകി ഞങ്ങളുടെ മക്കളെ ഈ ലോകത്തിൻ്റെ സകല ദുഷ്ടതയിൽ നിന്നും രക്ഷിക്കണമേ എന്ന് മാതാപിതാക്കളായ ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് നൽകാൻ കഴിയാത്ത സ്നേഹവും കരുതലും ലാളനയും വാത്സല്യവും പരിഗണനയും ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നീ നൽകണമേ. കർത്താവേ, ഞങ്ങൾ ബലഹീനരാണ്, എന്നാൽ ബലവാനായ ദൈവമേ, ഞങ്ങളുടെ മക്കളെ നീ ദാനമായി നൽകി ആ മക്കളെ എങ്ങനെ വളർത്തണം, എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ ഉയർത്തണം, എങ്ങനെ പരിപാലിക്കണം എന്ന് ഞങ്ങളെക്കാൾ നല്ലതുപോലെ നിനക്കറിയാം. അതിനാൽ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് ഇനി വരുന്ന അവരുടെ പുതിയ കോഴ്സുകൾ, അവർ തിരഞ്ഞെടുക്കേണ്ടതായ കോഴ്സുകൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏത് കോളേജിലാണ് അവർ പോകേണ്ടത്, ഏത് സ്കൂളിലാണ് അവർ പഠിക്കേണ്ടത്, ഏത് കോഴ്സ് അവർ തിരഞ്ഞെടുക്കണം എന്ന് കർത്താവെ നീ തന്നെ അവരെ ഉപദേശിച്ച് അവരെ ശരിയായ പാതയിലേക്ക് വഴി നടത്തണമേ. ദൈവം ആഗ്രഹിക്കുന്ന, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കിട്ടുന്ന കോഴ്സുകൾ അവർക്ക് ഭാവിയിൽ ആ കോഴ്സ് നല്ലതുപോലെ പ്രയോജനപ്പെടുന്ന കോഴ്സുകൾ പഠിക്കുവാൻ ഞങ്ങളുടെ മക്കളെ നീ സഹായിക്കണമേ. നീ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പഠിക്കുവാൻ, ആഗ്രഹിക്കുന്ന കോളേജിൽ പഠിക്കുവാൻ കർത്താവേ നീ തന്നെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു കൊടുക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പരീക്ഷയിൽ ഉന്നത വിജയം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ പരീക്ഷ കഴിഞ്ഞ് ഇനിയുള്ള ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും നീ ഇടപെട്ട് അവരെ നയിക്കണമേ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ അനുഗ്രഹവും നിൻ്റെ ആശീർവാദവും ഞങ്ങളുടെ മക്കളുടെ കൂടെ ഉണ്ടാകണമേ. അവർ തിരഞ്ഞെടുക്കേണ്ട വഴി,
എല്ലാം നീ കൃത്യമായി ഞങ്ങളുടെ മക്കൾക്ക് കാണിച്ചു കൊടുത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടമാണ് അവരുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. ഞങ്ങളുടെ മക്കളുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നിറവേറ്റപ്പെടേണ്ടത്. എന്തെന്നാൽ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളിൽ ഏത് കോഴ്സ് പഠിച്ചാൽ ഞങ്ങളുടെ മക്കൾക്ക് എന്നേക്കും ശാശ്വതമായ നിലനിൽപ്പുണ്ടാകും, അഭിവൃദ്ധിയുണ്ടാകും എന്ന് നിനക്ക് മാത്രമേ അറിയാവൂ. അതിനാൽ തന്നെ കർത്താവെ, ഞങ്ങളെടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളെ മാറ്റി മക്കളെക്കുറിച്ചുള്ള ശരിയായ തീരുമാനങ്ങൾ നീ എടുക്കുന്നതിനും അത് മാതാപിതാക്കൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഹൃദയത്തിൽ ബോധ്യപ്പെടുന്നതിനും നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ പരീക്ഷ കഴിയുമ്പോൾ ഞങ്ങളുടെ മക്കൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി അവർക്ക് കാണിച്ചു കൊടുക്കണമേ, പറഞ്ഞു കൊടുക്കണമേ, ബോധ്യപ്പെടുത്തി കൊടുക്കണമേ. അവരുടെ അടുത്ത ഭാവിയിലേക്ക് നീ തന്നെ അവരെ കൈപിടിച്ച് ഉയർത്തണമേ. ശരിയായ തീരുമാനങ്ങളെടുത്ത് ബുദ്ധിപൂർവം കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ കർത്താവേ, നീ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ശക്തി കൊടുക്കണമേ. കുഞ്ഞുങ്ങളുടെ എല്ലാ മാതാപിതാക്കൾക്കും ശക്തി കൊടുക്കണമേ. മക്കളുടെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ, മക്കളെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുവാൻ, എങ്ങനെ എന്ത് ചെയ്യണം, ഇനി ഭാവിയിലേക്ക് അവരുടെ ജീവിതം എങ്ങനെ ക്രമീകരിക്കപ്പെടണം, അതുപോലെ ചെയ്യാൻ കർത്താവെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഒരുപോലെ അനുഗ്രഹം കൊടുക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ശരിയേതാ തെറ്റേതാ എന്ന് ബോധ്യപ്പെടുത്തി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലതെന്താണ് ചീത്തയെന്താണ് എന്ന് ബോധ്യപ്പെടുത്തി നല്ലത് തിരഞ്ഞെടുക്കുവാൻ നീ കൃപ കൊടുക്കണമേ. നല്ല കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാൻ നീ കൃപ കൊടുക്കണമേ. അവരേത് കോഴ്സിന് ചേരണം എന്നത് നീ തന്നെ അവരെ സഹായിക്കണമേ, പറഞ്ഞു കൊടുക്കണമേ. അതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി ഞങ്ങളുടെ മക്കളെ നീ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദൈവമേ, തെറ്റായ തീരുമാനങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ രക്ഷിക്കണമേ. ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും ഒരുപോലെ കൃപ കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവ്വമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇനിയുള്ള ഭാവി കാര്യങ്ങൾ എല്ലാം ദൈവേഷ്ടപ്രകാരം നിറവേറ്റപ്പെടുവാൻ മക്കൾക്ക് വേണ്ടി മാതാവേ നീ പ്രാർത്ഥിക്കണമേ. മക്കളുടെ ശ്രേയസ്സിന്, ഉയർച്ചയ്ക്ക്, അനുഗ്രഹത്തിനു വേണ്ടി, സംരക്ഷണത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. എപ്പോഴും ഒരമ്മയായി, സ്നേഹവാത്സല്യനിധിയായ അമ്മയായി ഞങ്ങളുടെ മക്കളുടെ കൂടെ നിന്ന് നീ ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, പഠിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകമായി കർത്താവ് അനുഗ്രഹിക്കുകയും അവരെ ഇനിയുള്ള അവരുടെ ഭാവിയെക്കുറിച്ച് കർത്താവ് തന്നെ ശരിയായ തീരുമാനം നടപ്പിലാക്കി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ സ്വീകാര്യപ്രദമാകാൻ ഞങ്ങളുടെ മക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും കൃപ കൊടുക്കുകയും ചെയ്യണമേ. ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് അയയ്ക്കുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.